വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വാക്യവുമായിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് നമ്മൾ വിവാഹിതൻ ഇല്ലെങ്കിൽ വിവാഹിത ആകുവാൻ സമയമെടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട റെമഡികളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനകത്ത് ഞാൻ മന്ത്രവാദം ചെയ്യണമെന്നോ തന്ത്രവാദം ചെയ്യണമെന്നോ പൂജ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തില്ല. അതൊന്നും ചെയ്യണമെന്നുമില്ല. എന്നാൽ അതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ആ വിശ്വാസത്തിലോട്ടൊന്നും എനിക്ക് കടക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, എൻ്റേതടക്കമുള്ള ലക്ഷ്യം. അവരുടെ വിശ്വാസം അങ്ങനെ പോട്ടെ. എന്നാൽ അന്ധവിശ്വാസങ്ങളെയോ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങളിലോട്ടോ അതിലോട്ടൊന്നും കടക്കുവാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. എനിക്ക് ആ വക ചരട് ജപിക്കലോ പൂജ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്നാൽ നിങ്ങളുടെ വീട് നേരിട്ട് വന്ന് കാണുമ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു കവടി നിരത്തലുമില്ലാതെ തന്നെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരുവാൻ കഴിയുമെന്നുള്ള കാര്യമാണ് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യുവാൻ കഴിയും, അത് ഉറപ്പാണ്. അതാണ് നമ്മൾ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റാച്ചുവിൻ്റെ കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ സ്റ്റാച്ചു നമ്മൾ ഒട്ടിക്കണമെന്നാണ്, അവിടെ ഒരു പ്രത്യേക സ്ഥാനത്ത് വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതേ നോക്കൂ, ഇതുപോലുള്ള ചിത്രമുണ്ട്. അപ്പോൾ ഒരു പൂവൻകോഴിയാണ് ഈ കാണുന്നത്. ഈ പൂവൻകോഴിയുടെ ചിത്രം നമ്മൾ ഒരു പ്രത്യേക സ്ഥാനത്ത് ആരുടെ വിവാഹമാണോ നടക്കേണ്ടത് ആ വിവാഹം നടക്കേണ്ടതിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവരെ പീച്ച് ബ്ലോസം പ്ലേസ് എവിടെയാണോ വരുന്നത് ആ സ്ഥാനത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. എന്തൊരു അത്ഭുതമാണെന്നറിയുമോ! ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്നും ഇത് പറഞ്ഞു തരുന്ന എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. തെളിയിക്കപ്പെടേണ്ട സത്യങ്ങളാണ് അതൊക്കെ. അത്ര ശാസ്ത്രീയമായ രീതിയിലാണ് 5000 വർഷം പഴക്കമുള്ള ഫെങ്ഷുയി ആയിരുന്നാലും, അതുപോലെ തന്നെ നമ്മുടെ വാസ്തുവായിരുന്നാലും, ബയോളജി ആയിരുന്നാലും, ആസ്റ്റക് അമ്പലങ്ങളായിരുന്നാലും, പിരമിഡുകളായിരുന്നാലും, ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ വിശ്വാസങ്ങളാണ്. ബയോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള സയൻസാണ്. കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും എന്താണുള്ളതെന്ന്. ജർമ്മൻ ടെക്നോളജിയാണത്, വെൽഡിങ് ടെക്നോളജി. ആ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളിലോട്ട് ചെന്നെത്തുവാൻ കഴിയും. അതും ഇതും എന്ന് പറയുമ്പോഴത്തേക്ക് ഫെങ്ഷുയി, അത് നമ്മുടെ പറഞ്ഞു വരുന്ന ഫെങ്ഷുയി, അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ സ്കാനർ, ആസ്റ്റക് അമ്പലങ്ങൾ, പിരമിഡുകൾ ഈജിപ്തിലെ, ഇതുമായിട്ടൊക്കെ വളരെയധികം പല രീതിയിൽ ഒരു ആശയത്തിനെ പല രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ തെളിയിക്കപ്പെട്ട ശാസ്ത്രം എന്ന രീതിയിൽ നമ്മുടെ ഡോക്ടർ മൂർത്തി സാർ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സ്കാനർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സ്കാനർ, ഈ സ്കാനർ വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളെയും നമുക്ക് കണ്ടെത്തുവാൻ, അവിടെ എന്താണുള്ളത് ഏതാണുള്ളതെന്ന് കണ്ടെത്തുവാൻ കഴിയുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ കഴിഞ്ഞതിൻ്റെ ബാക്കി റെമഡിയും കൂടി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്, അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ, നമുക്ക് ഊർജം വിപരീതമായിട്ടാണോ അവിടെ നിൽക്കുന്നത്, അനുകൂലമായിട്ടുള്ള ഊർജ്ജമാണോ അവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഷെയർ ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ ഒരു വീട് വെച്ചു, നമ്മൾ 10-15 വർഷമായിട്ട് അവിടെ താമസമായി. ആ താമസമായതിനു ശേഷം ദിവസവും അവിടുത്തെ താമസക്കാർക്ക് മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, മനോരോഗങ്ങൾ, അംഗവൈകല്യങ്ങൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പല രീതിയിലുള്ള അസുഖങ്ങൾ, വെരിക്കോസ് വെയിൻ അടക്കമുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തലവേദന, അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഡിപ്രഷൻ, കിടന്നാൽ ഉറക്കം വരാതിരിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? നമുക്കത് കണ്ടെത്തണ്ടേ? അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും കാരണങ്ങളുണ്ട്. കാരണങ്ങളെന്ന് പറയുമ്പോൾ ചൈനീസ് വിശ്വാസമനുസരിച്ചുള്ള ഫെങ്ഷുയിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയതിന് ശേഷമാണ് അവർ കിടക്കേണ്ട സ്ഥലങ്ങളെ നമ്മൾ കണ്ടെത്തുന്നത്. ആ സ്ഥലങ്ങളെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തർക്കും അഡ്വൈസ് ചെയ്യുന്നത്. ഓരോരുത്തരെയും അഡ്വൈസ് ചെയ്ത് നിങ്ങൾ കിടക്കേണ്ടത് ഇവിടെയാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല സെക്ടർ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ഈ റൂം നിങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ ഈ വീടിൻ്റെ ഒരു സൗത്ത് ഈസ്റ്റോ ഇല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റോ, സൗത്ത് വെസ്റ്റ് ഭാഗത്തോ നോർത്ത് വെസ്റ്റ് ഭാഗത്തോ എന്തെങ്കിലും
നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് സാരമായിട്ട് ബാധിക്കും. അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് നല്ലതായിരിക്കില്ല, നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് നല്ലതായിരിക്കില്ല എന്ന് നമ്മൾ പറയും. അത് പറഞ്ഞതിന് ശേഷം അവരെ ആ റൂമിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ പറയും നിങ്ങളിവിടെ കിടന്നത് ശരിയാവില്ല, നിങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് മാറി അപ്പുറത്തെ റൂമിൽ കിടക്കണം, അതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ റൂമെന്ന് പറയും. അങ്ങനെ അവരങ്ങോട്ട് മാറിക്കിടക്കുവാൻ തയ്യാറാവുകയും കുറച്ച് മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ സ്കൂളും കോളേജും ഒക്കെ തുറന്നു കഴിഞ്ഞു. ഒരു പ്രത്യേക സ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലതുപോലെ പഠിക്കാൻ കഴിയുന്നു. എന്നാൽ മറ്റു ചില കുട്ടികൾക്ക് വേറെ ചില സ്ഥാനങ്ങളിരുന്നപ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഒരു വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ നിർണ്ണയിക്കപ്പെടുന്ന ചില കാരണങ്ങളുണ്ട്. കോമ്പസ് വെച്ചിട്ട്, ഇപ്പോൾ ഞാനടക്കമുള്ളവർ ചെയ്യുന്നത് കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ ദിശകൾ കണ്ടെത്തിയതിന് ശേഷം ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു രീതിയിൽ കൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ സ്കാനർ. ഈ യൂണിവേഴ്സൽ സ്കാനർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ട് നോക്കൂ. ഇത് ലൈറ്റും മറ്റു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടെണ്ണത്തിന് ഇതിനകത്ത് ഇൻഡിക്കേറ്ററുണ്ട്. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഇത് വെച്ചതിന് ശേഷം നമ്മൾ ശരിക്കും ഓരോ റൂമിനെയായിട്ട് ആദ്യം വീടിൻ്റെ മുൻവശം മുതൽ മറ്റെല്ലാ സ്ഥലത്തിനെയും നമ്മൾ സ്കാൻ ചെയ്യുന്നു. ആ സ്കാൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് വീണ്ടും പറയുന്നത്, നമുക്ക് പലതും അവിടെ കണ്ടെത്തുവാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സ്കാനറിലൂടെ അത് നമ്മൾ അത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൾട്രാ വയലറ്റ് രശ്മികളുള്ള വളരെയധികം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സയൻറ്റിസ്റ്റായ മൂർത്തി സാർ കണ്ടുപിടിച്ചിട്ടുള്ള യൂണിവേഴ്സൽ സ്കാനറുകളാണ് നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. ആ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരു വീട്ടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിലെ രണ്ടാമത്തെ മകനോ ഇല്ലെങ്കിൽ മൂത്ത മകനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളോ ഒരേ റൂമിൽ തന്നെ ഇരിക്കുന്നു. അവർ ഒന്നും സംസാരിക്കാറില്ല, എപ്പോഴും മൗനമാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു തൊഴിലിനും പോകാൻ തോന്നുന്നില്ല, വിദ്യ അഭ്യസിക്കാൻ കഴിയുന്നില്ല, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. ആ റൂമിനെ നമ്മൾ ഈ കാണുന്ന ഈ സ്കാനർ കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ആ റൂമിനെ നമുക്ക് പോസിറ്റീവ് ആക്കുവാൻ ചില ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ടൂൾസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ പല പ്രോഗ്രാമുകളിലും നമ്മൾ ചെയ്തിട്ടുള്ള ഫെങ്ഷുയി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങളായിരിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കുക. അല്ല, ഒരുപാട് വാരിക്കെട്ടേണ്ട, ഒരുപാട് സ്ഥലത്ത് പ്ലേസ് ചെയ്യേണ്ട വിവിധങ്ങളായിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല. നമ്മൾ ചില ഉദാഹരണത്തിന് 2-3 പീസ് ചില സാധനങ്ങൾ പല ഭാഗത്തായിട്ട് നമ്മൾ അവിടെ തന്നെ അപ്പോൾ തന്നെ പ്ലേസ് ചെയ്ത് നമ്മൾ നോക്കും. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും അത് സ്കാൻ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. പരിഹാരം അവിടെ തന്നെയായി. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടിയിൽ കൂടി ഭൂഗർഭ അറയിൽ കൂടി കടന്നു പോകുന്നത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും അവശിഷ്ടങ്ങൾക്ക് മുകളിലായിരിക്കാം, അസ്ഥികൾക്ക് മുകളിലായിരിക്കാം, അതല്ലെങ്കിൽ മലിനജലത്തിൻ്റെ മുകളിലായിരിക്കാം, ഇല്ലെങ്കിൽ ഓയിലി ഗർത്തങ്ങൾക്ക് മുകളിലായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പുറത്തായിരിക്കാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ സ്ഥലം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അത് പോസിറ്റീവാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കുറവുകൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമതും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നു. വീടിനകത്ത് വീട്ടിരിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നെങ്കിൽ ആ കസേര മാറ്റിയിടുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലവും അദ്ദേഹം കിടക്കുന്ന റൂമും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ എല്ലാവർക്കും ഒരു പ്രകാശ വലയമുണ്ട്. ജീവിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും മരിച്ചു പോയതായിട്ടുള്ളതിനും ഒക്കെ ഒരു ഓറയുണ്ട്. ആ ഓറ ലെവൽ നമുക്ക് കാണുവാൻ കഴിയും.
ആ ഓറ ലെവൽ വെച്ചതിന് ശേഷം ഈ യൂണിവേഴ്സൽ സ്കാനർ വെച്ചിട്ട് ഈ കാണുന്ന ഈ യൂണിവേഴ്സൽ സ്കാനർ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയെ നമ്മൾ സ്കാൻ ചെയ്യും. ആ വ്യക്തിയെ സ്കാൻ ചെയ്തിട്ട് ഏത് ഭാഗത്താണോ തല മുതൽ അടിവരെയുള്ള ഭാഗങ്ങളെ സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം ഏത് ഭാഗത്താണോ നെഗറ്റീവായിട്ടുള്ളത് ആ ഭാഗത്ത് വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ സ്കാനറിൽ കൂടി നമുക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം ആ വീട്ടിലെ ആ വ്യക്തിക്ക് ഏത് ഭാഗത്ത് നിന്നാണ് ഇത് വരുവാനുണ്ടായ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് തെളിയിക്കപ്പെട്ട ശാസ്ത്രം എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റ് മന്ന കൃഷ്ണമൂർത്തി സാർ കണ്ടുപിടിച്ചിട്ടുള്ള ഈ യൂണിവേഴ്സൽ സ്കാനറിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗവും നമുക്ക് അത് തന്നെയാണ് കാട്ടിത്തരുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും അവരെ ബൂസ്റ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില ഉപകരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ചില സാധനങ്ങളുണ്ട്. അത് നമ്മൾ പക്കൽ സൂക്ഷിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള യാതൊരു സംശയവും എനിക്കോ അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ ഉണ്ടാകേണ്ടതില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കിടക്കുന്നതിൻ്റെ, നമ്മൾ താമസിക്കുന്നതിൻ്റെ, നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിയിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ യൂണിവേഴ്സൽ സ്കാനർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം മൊത്തത്തിൽ പരാജയപ്പെടുന്നതിന് മുന്നായി വലിയ 1 കോടിയും 2 കോടിയും ഇല്ലെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ചെറിയ ആൾക്കാർ കൊടുത്ത് വീട് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും നോക്കിയാൽ കുഴപ്പം. നമുക്ക് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ താമസിക്കേണ്ടതല്ലല്ലോ നമ്മുടെ ഈ വീട്. നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം അവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് കുഴിച്ചിട്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കയറി കൂടുവാൻ ഒരു വീടെന്ന് പറയുന്നത്. ആ വീട് നമുക്ക് സമാധാനം തരുന്നതായിരിക്കണം, ആരോഗ്യം തരുന്നതായിരിക്കണം, സാന്ത്വനിപ്പിക്കുന്നതാവണം. എല്ലാത്തിനുപരി ആരോഗ്യവും വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ ഉള്ള ഒരു ചുറ്റുപാടും ഒരു വീടും സന്തോഷകരമായ അനുഭവത്തിലൂടെയില്ലേ നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോൾ അതിന് ശാസ്ത്രം നമുക്ക് വഴിതെളിച്ചാലോ, അതല്ലേ നമ്മൾ ഈ സ്കാനറിലൂടെ കാണുന്നത്. അപ്പോൾ ആ ഒരു പരിശോധനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. രാസ പദാർത്ഥങ്ങളുടെ ഊർജ വ്യതിയാനങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വളരെയധികം വിജയത്തിലോട്ട് കടക്കുമെന്നുള്ള യാതൊരു സംശയവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തി തീർക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരു പൈലറ്റ് ആകണം, എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു എഞ്ചിനീയർ ആകണം, എനിക്ക് നല്ലൊരു ഡ്രൈവറാകണം, എനിക്കൊരു സിനിമാ നടനാകണം. അങ്ങനെ ജീവിതത്തിലുള്ള ഒരുപാട് ഘട്ടത്തിലൂടെ കടന്നു പോകുവാനും ഒരുപാട് തൊഴിൽ മേഖലകൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് ഒത്തിരി പേരുണ്ട് ഇല്ലേ? നിങ്ങളടക്കം ഒത്തിരി പേരുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ ആകണം, എൻ്റെ മകൾ ഇങ്ങനെയാകണം, അങ്ങനെയുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ പലതാണല്ലോ. ആഗ്രഹങ്ങൾക്ക് മനുഷ്യന് കടിഞ്ഞാണില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പലരും കഠിന പ്രയത്നത്തിലൂടെ അത് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആകുകയും വേണം. പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ. ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല എന്ന് ചിന്തിക്കരുത്. എനിക്ക് അങ്ങനെ ആകാൻ കഴിയും, പക്ഷേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അവനെപ്പോലെ എനിക്കും ആകണം എന്നല്ല. പക്ഷെ ആ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആ ഒരു തൊഴിലിനെ നമുക്ക് ആഗ്രഹിക്കാം. അവനോട് നമുക്ക് ഇല്ലെങ്കിൽ അവളോട് നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. നമ്മൾ കഠിനമായിട്ടുള്ള പ്രയത്നം, അതാണ് നമുക്ക് ആവശ്യം. കഠിന പ്രയത്നത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇതുമായിട്ടൊക്കെ വിശ്വാസപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ,
പലരും പറയുന്നുണ്ട് എന്തെങ്കിലും റെമഡികൾ പറഞ്ഞു തരണം, എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് പലരായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ടൂൾസുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു വിൽപ്പനക്കാരനായിട്ട് നിങ്ങൾ എന്നെ അത് കാണേണ്ടതില്ല. ഒരു രാജ്യത്തിൻ്റെ വിശ്വാസം, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഫെങ്ഷുയി എന്ന് പറയുന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. ഡ്രാഗണില്ലാത്ത ഒരു ജീവിതം അവർക്ക് ഒരിക്കലും മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഭീമാകാരനായിട്ടുള്ള ഒരു ആമ മഞ്ഞ നദിയിൽ നിന്ന് കരയിലോട്ട് കയറി വന്നുവെന്നും അതിലൂടെയാണ് ലോഷു ഉണ്ടായതെന്നും, ലോഷു എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ നമ്പറുകൾക്കാണ് ലോഷു എന്ന് പറയുന്നത്. അത് വളരെയധികം ഭാഗ്യത്തിൻ്റേതായ ഒരു ആമയായിരുന്നുവെന്നും ചൈനീസ് വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത് ആയിട്ടുള്ള കാര്യവുമാണെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ വിശ്വാസം ഇന്നിപ്പോൾ ലോക രാജ്യങ്ങളിലെ എല്ലാവരും തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. എന്നാൽ ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ചൈന, ആ ചൈനയിലെ അന്ധവിശ്വാസങ്ങളെ നമ്മൾ പുറംകാലുകൊണ്ട് അടിച്ചു തള്ളുന്നു. അവിടുത്തെ നല്ല വിശ്വാസങ്ങളെ മാത്രം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ കയ്യിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ജീവിത വിജയം, അവിടുത്തെ ജീവിതം ചൈനയിൽ നിന്ന് ലോകരാജ്യങ്ങളിൽ തന്നെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവട സാമഗ്രികൾ വ്യാവസായികമായിട്ട് വളർന്നു കഴിഞ്ഞ് മുൻപന്തിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കുതിപ്പിലോട്ടാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. പല രീതിയിലുള്ള സാധനങ്ങളെല്ലാം അവരെല്ലാം കയറ്റുമതി ചെയ്യുന്നത്, മൊത്തത്തിലുള്ള സാധനങ്ങൾ എന്തെല്ലാം ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. ആ രാജ്യത്തിൻ്റേതായ ചില പ്രത്യേകതകൾ കൊണ്ടാണ് അത് അങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നോക്കൂ, ഇതൊരു ആമയാണ്. ഈ ആമയെ നമ്മളെങ്ങനെ എടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നു. ഇപ്പോൾ പേപ്പർ എടുത്തിട്ട് എഴുതി ഞാനിവിടെ കാണിക്കുന്നില്ല. അതെ, ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിനകത്ത് എഴുതുകയാണ്. ഇങ്ങനെ ഞാനിപ്പോൾ ഈ ആമ ഇവിടെ വെച്ചു. ഈ പേൻ, അതായത് ഇതിനകത്ത് ഉള്ള ഇങ്കെന്ന് പറയുന്ന റെഡാണ്. ആ റെഡ് ഇങ്ക് കൊണ്ട് ഞാൻ എഴുതുകയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടണം എന്നുള്ളൊരാഗ്രഹം ഒരു തുണ്ട് പേപ്പറിൽ റെഡ് ഇങ്ക് ഉള്ള പേന കൊണ്ട് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മളെന്ന് വെച്ചാൽ ഈ പേപ്പറിൽ ഇങ്ങനെ 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 മടക്കിയതിന് ശേഷം ഈ ആമയ്ക്കുള്ളിലോട്ട് നമ്മളിങ്ങനെ വയ്ക്കുകയാണ്. ഈ ആമയ്ക്കുള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നു. അതല്ല, ഇതിൻ്റെ മൂടിയും ഇളക്കിയെടുക്കാൻ പറ്റും. എടുത്തതിന് ശേഷം ഈ ചുവന്ന ഈ റിബൺ കൊണ്ട്, ഈ ചരട് കൊണ്ട് ഇങ്ങനെ നമ്മൾ കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തല ഇങ്ങനെ മുകൾ ഭാഗത്തോട്ട് ആക്കിയതിന് ശേഷം, അപ്പോൾ ഈ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. പാത്രം നമ്മൾ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആമയാണിത്. ഇതിനെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ തൊഴിലിൻ്റെ സ്ഥാനമായിട്ടുള്ള, അപ്പോൾ ഞാൻ ഒരു തൊഴിലാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ തൊഴിലിൻ്റെ സ്ഥാനമായിട്ടുള്ള നോർത്ത് സെൻറ്റർ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. അതിൻ്റെ തല എങ്ങനെയായിരിക്കണം? തല മുകളിലോട്ടായിരിക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് വിശ്വാസം. ഇത് ഒത്തിരി പേർ വാങ്ങിയിട്ടുമുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങൾ അവർക്ക് നടന്നിട്ടുമുണ്ട്. അത് നടന്നതിന് ശേഷം ഈ പേപ്പർ നമ്മൾ ഈ ആമയിൽ നിന്ന് എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ട് അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട്, അടുത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മറ്റ് അംഗങ്ങൾക്ക് മറ്റാഗ്രഹങ്ങളും മറ്റാവശ്യങ്ങളും കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആമയും പാത്രവും. കാരണം ആമയെന്ന് പറയപ്പെടുന്നത് ദീർഘായുസിൻ്റെ സിമ്പലാണല്ലോ, ദീർഘായുസാണല്ലോ ആമയെന്ന് പറയുന്നത്. അത്ര കാണാൻ നല്ല ഒരു ജീവിയാണ് നമ്മുടെ ആമയെന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊഴിൽപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, അതായത് വിഷ് ചെയ്തുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് മാത്രമല്ല, വിവാഹ സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക്, ബിസിനസ്സിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ വിജയത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്മുടെ ടോട്ടോയ്സിനെ, ആമയെ നമ്മുടെ ബെഡ്റൂമിൻ്റെ നോർത്ത് സൈഡിൽ വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമുക്കിവിടെ നിന്ന് നമ്മുടെ ഒന്നുകിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിലുള്ള നമ്മുടെ ഫോർട്ട് റോഡിലുള്ള ആനിദാസ് ബ്യൂട്ടി പാർലർ, ആനിദയുടെ ബ്യൂട്ടി പാർലർ, ഷൈനാസ് ബ്യൂട്ടി പാർലറാണ്. അവിടെ മാസത്തിൽ ഒരിക്കാൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ
നമുക്ക് പാഴ്സലായിട്ട് കിട്ടാനുള്ള സംവിധാനവുമുണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആകെ അതിന് ചെറിയ പൈസയാണ് വരുന്നത്. നമ്മൾ പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ എന്ന് പറയും, ചെറിയ പൈസൻ്റെ സാധനമാണപ്പാ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ സാധനം അവിടെ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂണിവേഴ്സൽ സ്കാനറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ ഒരു നല്ല തൊഴിൽ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് സൈഡിൽ, അതായത് വടക്ക് ഭാഗത്തായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടോ എന്ന് നാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? അത് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ പുറമേ ഒന്നും കാണില്ല, നമ്മുടെ നോട്ടത്തിലേ ഒന്നുമില്ല ഇപ്പോൾ അവിടെ എന്ന് നമ്മൾ പറയും. എന്നാൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ യൂണിവേഴ്സൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയും അവിടെ എന്താണുള്ളതെന്ന്. അതും കൂടി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ മാറ്റുന്നു, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില റെമഡികൾ നമ്മളുടെ സിമ്പിളാണ്. ജാതിയോ മതമോ വർഗ വ്യത്യാസമോ ഒന്നുമില്ലാതെ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിത നിലവാരത്തെ, ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ വളരെയധികം പുരോഗതി നയിക്കാൻ കഴിയും. വീണ്ടും ഒരു എപ്പിസോഡായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.